മർക്കോസിന്റെ സുവിശേഷത്തില് പിശാചിനെ ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട എപ്പിസോഡ് വരുമ്പോൾ അവിടെ തർക്കിക്കാൻ വരുന്ന ആളുകൾ ആരാ? നിയമജ്ഞരാണ്, സ്ക്രൈബ്സ്, നിയമജ്ഞരാണ്. അതിന്റെ ഒരു കാര്യമുണ്ട്, അതിനകത്ത് ഒരു വാസ്തവം ഉണ്ടെന്ന് അറിയാം. ഈ വാക്ക് ശ്രദ്ധിച്ചോണം, ലീഗലിസം. ആ വാക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പരിശുദ്ധാത്മാഭിഷേകം. ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മ അഭിഷേകത്തിന് ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മൈൻഡാണ് ലീഗലിസം. ഉദാഹരണത്തിന് നമ്മള് പള്ളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, 15 പേർക്ക് കുർബാനയ്ക്ക് വരാൻ പെർമിഷൻ ഉള്ളൂ എന്ന് വിചാരിക്കുക. അവരിങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് നല്ല ദൂരത്തില് ഇങ്ങനെ സാമൂഹിക അകലം പാലിച്ച് മാറി നിൽക്കുകയാണ്. എന്താണ് നിയമം? 15 പേർക്ക് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ. 16ാമത് ഒരു വല്യമ്മ കയറി വരുമെന്ന് വെച്ചു. ലീഗലിസ്റ്റ് ആയ ഒരു മനുഷ്യൻ ഈ വാതിൽ തുറക്കില്ല. 15 നിയമം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? 15 പേർക്ക് ഇവിടെ കയറാൻ പെർമിഷൻ ഉള്ളൂ, പോ, വിടും. ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനത്തിന് ഇത് തടസ്സമാണ്, ഈ ലീഗലിസം. ആത്മാവിന്റെ പ്രവർത്തനമുള്ള ഒരാള് ചിലപ്പോ ആ ലീഗലിസത്തെ മറികടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കയറി ഇന്നോ സാരമില്ല, എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഹാൻഡിൽ ചെയ്യാന്ന് പറയും. ഒത്തിരി പേര് സഭയില് ലീഗലിസ്റ്റുകളാണ്. ലീഗലിസ്റ്റുകളിൽ അനോയിന്റിങ് വെളിപ്പെടില്ല, അവർക്ക് അഭിഷേകം ഉണ്ടാവില്ല. അപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു നിയമവും വേണ്ട, എല്ലാം കച്ചട കടുപിടി, അങ്ങനെയല്ല. നമുക്ക് ആത്മാവിനെ ശ്രദ്ധിക്കാനുള്ള ഒരു ഓപ്പൺനെസ് ഉണ്ടാവണം.